സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി KSRTC. ഇന്നു മുതൽ നൽകുന്ന ടിക്കറ്റിൽ സ്ത്രീ പുരുഷൻ എന്ന് രേഖപ്പെടുത്തും. എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുവെന്ന് കണ്ടെത്താനാണ് KSRTCയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായി KSRTC ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ത്രീ പുരുഷ യാത്രക്കാരെ പ്രത്യേകം രേഖപ്പെടുത്താൻ നിർദ്ദേശമെന്നതും ശ്രദ്ധേയമാണ്. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയ പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പല വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും ലിജൻ, സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അത്തരമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ധനസെക്രട്ടറിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജെൻഡർ കോഡിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ ടിക്കറ്റ് നൽകുന്ന സമയത്ത് സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ നൽകണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. അത് ഇന്നു മുതൽ നടപ്പാകുന്നു എന്നതാണ്. ഇന്നു മുതൽ KSRTCയിൽ നൽകുന്ന ടിക്കറ്റ് എടുക്കുന്നത് പുരുഷനാണെങ്കിൽ പുരുഷനെന്നും സ്ത്രീയാണെങ്കിൽ സ്ത്രീ എന്നും രേഖപ്പെടുത്തുകയാണ്. 10 ദിവസത്തേക്കാണ് ഈ ഒരു പുതിയ പരിഷ്കരണം ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഒരു ദിവസം എത്ര സ്ത്രീകൾ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നതാണ്. ദീർഘദൂര ഹ്രസ്വദൂര ബസ്സുകളിലടക്കം, ലോക്കൽ ബസ്സുകളിലടക്കം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം എടുക്കുക എന്നത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം, കോൺഗ്രസിന്റെ പ്രഖ്യാപനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപനങ്ങൾ ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു. ലിജി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്നത് സംബന്ധിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതനുസരിച്ചാണ് ഇനി ഈ റിപ്പോർട്ട് തയ്യാറാക്കി KSRTC അത് ധനവകുപ്പിന് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ധനവകുപ്പ് ഇത് സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ പിന്നീട് മന്ത്രിസഭാ യോഗത്തിലടക്കം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ സൗജന്യ സ്ത്രീ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി നടപ്പാക്കുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു പഠനമായി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ കഴിയും. എന്തു തന്നെ ആയാലും ഇന്നു മുതൽ നൽകുന്ന ടിക്കറ്റിൽ ഇത്തരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 10 ദിവസത്തെ ഒരു പഠനം നടത്തി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രത്യേകമായി ടിക്കറ്റിൽ രേഖപ്പെടുത്തുന്ന രീതി ഇന്നു മുതൽ ആരംഭിക്കുന്നത്. എത്ര കോടി രൂപയുടെ ബാധ്യത സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം വരാൻ പോകുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നൽകിക്കൊണ്ട് ഇത് നടപ്പാക്കാൻ, ഏത് രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയായിരിക്കും ഉദ്ദേശിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നു മുതൽ തന്നെ അത്തരത്തിലൊരു രേഖപ്പെടുത്തലിലേക്ക് കടക്കുകയാണ്. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ വകുപ്പ് ഇതിലൊരു പഠനം നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും KSRTC വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത്. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വരഞ്ഞ ഒരു അവസ്ഥ KSRTCക്കുണ്ട്. അവിടെയാണ് ഇത്തരം വലിയൊരു പ്രഖ്യാപനം എന്തായാലും കോൺഗ്രസ് ഇത്തവണ നടത്തിയത്. തുടക്കത്തിൽ തന്നെ അതെങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്കിടയിൽ കേവലം ഒരു വാചക കസർത്തായി മാത്രം അവസാനിക്കുമോ എന്നതായിരുന്നു പ്രധാന വിമർശനം. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്.